ചെയ്യണവരുണ്ടാവുമായിരിക്കും. അത് ചെയ്യണവര് നമ്മളെ ഹർട്ട് ചെയ്യാൻ പാടില്ല. അമ്മ എത്ര നാളുകൊണ്ടാ നെയ്റോസ്റ്റ് ചൂടാൻ പഠിച്ചേ? ഇപ്പൊ ചോദിക്കും, പലരും ചോദിക്കും മറിച്ചിടാത്തേനാന്ന്. ഞങ്ങളിന്ന് വൈകുന്നേരത്തേക്കുള്ളതാ. വൈകുന്നേരത്തേക്ക് സാമ്പാറും നെയ്റോസ്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ അമ്മ പറഞ്ഞത്. വൈകുന്നേരം ഇപ്പൊ അങ്ങനെ ഒന്നും കഴിക്കാൻ വേണ്ടായിരുന്നു. ഇന്ന് എന്നാ അങ്ങനെ ഉണ്ടാക്കാൻ കാര്യം? വൈകുന്നേരം എന്തെങ്കിലും കഴിക്കണ്ടേത് കാരണം. അതാണ് കാര്യം. സന്ധ്യ ആകുമ്പോഴത്തേക്കും ഞാനവിടെ ജനലടച്ചായിരുന്നു. കാരണം ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ജനലടച്ചതാണ് കിച്ചണിൽ. അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ഫാൻ ഇട്ടിട്ടുണ്ട്. നല്ല ഉഗ്രൻ നെയ്റോസ്റ്റ് ആണ്. മസാലയല്ല കേട്ടോ, നെയ്റോസ്റ്റ് ആട്ടോ. ദോശ ചുടാൻ അത്ര വലിയ സ്കില്ല് വേണ്ടെങ്കിലും നെയ്റോസ്റ്റ് ചുടാൻ ഇച്ചിരി സ്കില്ല് വേണം കേട്ടോ. കാരണം നിങ്ങളൊക്കെ എക്സ്പേർട്സ് ആയിരിക്കും, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. അത്ര എളുപ്പത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ട് അങ്ങ് ചുട്ടു പോകാൻ പറ്റുന്നതല്ല. കുറച്ച് പ്രാക്ടീസും കുറച്ച് എക്സ്പേർട്ടീസും ഒക്കെ അതിന് വേണം. സ്വല്പം മതി കേട്ടോ. മതിയോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് സ്റ്റീൽ വെച്ച് ഉപയോഗിക്കരുത്. കണ്ടോ? ശരിയാണ്, സ്റ്റീല് മാക്സിമം നോൺ സ്റ്റിക്കിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ നമുക്ക് എത്ര തന്നെ ഉടൻ അല്ലെങ്കിൽ സിലിക്കൺ സ്പാറ്റിൽ യൂസ് ചെയ്തിട്ടും ഈ ദോശയൊന്നും എടുക്കാനായിട്ട് നമുക്ക് പറ്റണേ ഇല്ല കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ചെയ്യണേ. ഇതുവരെ സ്ക്രാച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അതേ കണ്ടോ, ഇപ്പം മറ്റേ സ്പാറ്റില ഉപയോഗിച്ചു. ഇതിപ്പോൾ ആദ്യം സ്റ്റീൽ വെച്ച് ജസ്റ്റ് ഒന്ന് പൊക്കിയത് കാരണമാണ് ഇപ്പോൾ ഈ സ്പാറ്റില വെച്ചിട്ട് നമുക്കത് എടുക്കാനായിട്ട് പറ്റണേ കേട്ടോ. മറ്റേ ഉടൻ സ്പാറ്റില കൊണ്ട് ചെയ്യണവരുണ്ടാവുമായിരിക്കും. അത് ചെയ്യണവര് നമ്മളെ ഹർട്ട് ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അടുത്തത് ചൂടോടുകൂടി വേണമെങ്കിൽ കഴിച്ചോ. ഇനിയിപ്പോൾ അടുത്ത് ചൂടണമെന്ന് കാണിക്കണമെന്നില്ലല്ലോ. വേണമെങ്കിൽ കാണിച്ചോ. ഒരെണ്ണ ഇരിക്കട്ടെ. ദോശ അമ്മ എത്ര നാളുകൊണ്ടാ നെയ്റോസ്റ്റ് ചൂടാൻ പഠിച്ചേ? വളരെ നാളുകളെടുത്ത്. ദോശയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. നെയ്റോസ്റ്റ് മമ്മിയെ പഠിപ്പിച്ചതെന്ന്. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അങ്ങ് നിരത്തി വന്നാൽ മതി. ഇപ്പം ലെയറായിട്ട് വന്നോളൂ. മമ്മീന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചേട്ടൻ്റെ ഭാര്യ. വീട്ടിലെ എപ്പോഴും നിങ്ങൾ അവിടെ പറയാറില്ലയോ, വാഴക്കൂമ്പ്, വാഴപ്പഴം, വാഴപ്പിണ്ടി, മാങ്ങ, ചക്ക, പിന്നെ പലവ്യഞ്ജനങ്ങളെല്ലാം, പഴം എല്ലാം കൊണ്ടുതന്നെ. ചാമ്പഞ്ഞ ലേറ്റസ്റ്റ് കൊണ്ടുവന്നേ. വീട്ടിലെ ചേട്ടൻ്റെ ഭാര്യ ഞങ്ങളുടെ ഈച്ചയാണ് പഠിപ്പിച്ച. ബിജുവിന് ഭയങ്കര ഇഷ്ടമാണ് നെയ്റോസ്റ്റ്. നല്ല ക്രിസ്പി ആയിരിക്കണം. കറി സാമ്പാർ പ്ലേറ്റിൽ തരട്ടെ? അതാ നല്ല. വേണ്ട, ഇതിന്റെ കൂടെ ഒഴിച്ചാൽ മതി. അയ്യേന്ന് പറയല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. അതിന്റെ കൂടെ ഒഴിക്കുന്ന ഒരു സുഖമുള്ള സൈഡിലങ്ങ് ഒഴിച്ചാൽ മതി. അല്ലാതെ നേരത്തെ ഒഴിക്കണമെന്നല്ല, സൈഡിലങ്ങ് ഒഴിച്ചാൽ മതി. കുളിച്ചേച്ച് നിൽക്കുക ഞാൻ. ഈ പേപ്പറും കെട്ടണില്ല. നമ്മുടെ പുതിയ ഗ്യാസ് സേവർ ബർണർ സ്റ്റാൻഡ് കേട്ടോ വെച്ചിരിക്കണേ. നോൺ സ്റ്റിക്ക് പാത്രം, ഇതുപോലെ പരന്ന പാത്രം വെക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. കാണിച്ചേരെ ആൾക്കാർക്ക്. അത് ഇപ്പോൾ ഈ സാധനം ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇത് ഫ്ലിപ്കാർട്ടിലുണ്ട്. നമ്മൾ വാങ്ങിച്ച ആ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഇവിടെ വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഷോപ്പിലും കാണാറുണ്ട് കേട്ടോ. വീഡിയോ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ താഴെ തന്നെ വ്യൂ പ്രൊഡക്ട്സിൽ വരും കേട്ടോ നമ്മൾ മേടിച്ച സാധനത്തിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം ഒക്കെ ചെയ്യാം. ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ലിങ്ക് ഞാൻ അയച്ചു തരാം, നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. 2 നെയ്റോസ്റ്റ് എത്ര വേണം? ഓൺലി 2. 1 വിചാരിച്ച, പിന്നെ വൈകിട്ടൊന്നും കഴിക്കണില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് 2 ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതിയത് തന്നെ. സൈഡിൽ വെച്ചാൽ മതി കേട്ടോ. പറഞ്ഞതേ അങ്ങനെ. ടൊമാറ്റോ മതി. ഇവിടെ ചാറിരുന്നോട്ടെ മുക്കാൻ. ഞാൻ അത്ര സാമ്പാർ ലവറല്ല, അതറിയാം. പക്ഷെ ഇതിന് സാമ്പാർ വേണം. ഞാൻ അപ്പയ്ക്ക് ചൂടട്ടെ കേട്ടോ. നല്ല ചൂട് ദോശ വേണോ? ചൂട് ദോശ. കല്ലിന് ചൂടിനോ നോക്കിയതാ. ഒരു ദോശത്തവയ്ക്ക് സമയമായിട്ടോ മേടിക്കണ്ടേ? ഓർഡർ ഇടാം. അപ്പയ്ക്ക് ദോശയാണ് വേണ്ടത്. ദോശ, പ്ലെയിൻ ദോശ. നെയ്റോസ്റ്റ് വേണ്ട, ഇച്ചിരി കട്ടിയിലുള്ള ദോശ വേണം. ദോശയ്ക്കും നെയ്റോസ്റ്റിനും ഒരു ബാറ്റർ തന്നെയാണോ എടുക്കുന്നത്? അതെ, ഒരു ബാറ്റർ.
ദോശ കട്ടിയിലിരിക്കും, നെയ് റോസ്റ്റ് തിന്നായിട്ടിരിക്കും, അതറിയാലോ. ഇതേ സാമ്പാർ ഉണ്ടാക്കി വെച്ച് മൂടിയ ചിൻചട്ടിയിൽ മൂടി വെച്ചിരുന്നതാണ്. അപ്പം അതിൽ ഇച്ചിരി പാടുകളൊക്കെ ഉണ്ട്, സാമ്പാറിൻ്റെയാണ്, അത് ഞാൻ കഴുകിയില്ല. അതൊന്നും കുഴപ്പമില്ല. ഇച്ചിരി നെയ്യ് ഒഴിക്കണം. അപ്പം ചോദിക്കും അപ്പയ്ക്ക് എന്ത് നെയ്യ് ഒഴിക്കാൻ ഞാൻ. ആഹാ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? ഉണ്ട്. ഇപ്പം അടപ്പയിലേക്ക് കൊണ്ടുപോയി നെയ്യ് ഒഴിച്ചാണ്, അടപ്പയിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചാണ്. കൊള്ളാം എന്ന് പറഞ്ഞാൽ ഉളി കഴിഞ്ഞൊന്ന് ഇരിക്കാന്ന് ഓർത്തപ്പോഴാണ് ഇതങ്ങനെ ചുട്ട് തന്നേക്കാന്ന് കരുതി. പൊങ്ങിയിരിക്കണത് കൊണ്ടെങ്കിൽ ഒത്തിരി പുളിച്ചു പോകണ്ട, അതുകൊണ്ട് അപ്പയ്ക്ക് ഇതിൽ വേണം സാമ്പാർ. ഇപ്പം അപ്പയ്ക്കില്ലേ ഈ ഹോം മെയ്ഡ് പൊടി ഷാറാപ്പൊടി മേടിച്ചേ പിന്നെ അപ്പ സാമ്പാർ ലവറായി മാറി. പണ്ട് ഞാൻ മാത്രമല്ലായിരുന്നു സാമ്പാറിന്റെ ആള്, അപ്പയും സാമ്പാറിന്റെ ആളായി മാറി. അപ്പയാണ് ഒരു പടിക്ക് മുന്നിൽ. അതെ, ഒരു പടിക്ക് മുന്നിലാണ് അപ്പ സാമ്പാർ. അതാണ് ശബ്ദം കേട്ടത്. അതെ, സൂപ്പർ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ദോശ. അഭിപ്രായം ചോദിച്ചോണ്ടേ കൊടുക്കുമ്പോ പലരും ചോദിക്കും മറിച്ചിടാത്തേനാന്ന്. ഞങ്ങള് ദോശ മറിച്ചിടാറില്ല കേട്ടോ. മറിച്ചിടാഞ്ഞിട്ട് വെന്തിട്ടുണ്ടോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാ വശവും നന്നായിട്ട്, ഒരു പച്ചച്ചോവയും വരില്ല. അത് കഴിക്കുന്ന ആളോടൊന്നും ചോദിച്ചാലേ. അത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാ, പക്ഷെ ഇപ്പോഴും അങ്ങനെ കമന്റ്സ് വരണോണ്ട് പറഞ്ഞതാ. ഒരു പച്ചച്ചോവയില്ല, നന്നായിട്ട് ഗോൾഡൻ അടിയിലായിട്ടുണ്ട്. മുകളില് മൂടി വെച്ചാൽ മതി, നന്നായി മൂടി വെച്ചില്ലെങ്കിൽ വേവാനിച്ചിരി പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. നന്നായി ഭാഗം വേവൂല മൂടി വെച്ചില്ലെങ്കിൽ. അങ്ങനെ ദോശയും നെയ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ദോശയാണ് ആദ്യം ദോശ ആദ്യം കഴിക്കാൻ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ദോശയും നെയ് റോസ്റ്റും ഒക്കെ രണ്ടും റെഡിയാണ്. അപ്പോൾ അപ്പ ഇപ്പോൾ ദോശ വിത്ത് സാമ്പാർ ലവർ ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പയ്ക്ക് ആസ് യൂഷ്വൽ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പയുടെ ബൈറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ എടുക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നെയ് റോസ്റ്റും കഴിക്കാനായിട്ട് എടുത്തു. ഇതെന്താ കുറേ പച്ചക്കറികൾ എനിക്ക് അമ്മ ഇട്ടിട്ടുണ്ടല്ലോ. വെണ്ടയ്ക്കൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. എനിക്ക് വെണ്ടയ്ക്ക പൊതുവെ അത്ര ഇഷ്ടമുള്ള സാധനം അല്ല, പിന്നെ അമ്മ അങ്ങ് ഇട്ടുല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് അമ്മയും കഴിക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും എടുക്കുന്നുണ്ട്. അത് ഞാൻ ബൈറ്റ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും, കാരണം ഞാൻ ഈ ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് വേറൊരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു. ദോശയല്ല, ഞാൻ കഴിച്ചത് നെയ് റോസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഐറ്റം ഞാൻ കഴിക്കുന്നുണ്ട്, അത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയും കഴിച്ചത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും അമ്മ കഴിക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. അതാണ് എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പയുടെ ദോശയൊക്കെ ഫിനിഷായി. നല്ല സാമ്പാറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കണേ. എനിക്ക് സാമ്പാർ ബേസിക്കലി ഞാനൊരു ഫാൻ അല്ലാത്തത് കാരണം അധികം സാമ്പാർ അങ്ങനെ ഞാൻ എടുക്കാറില്ല കേട്ടോ. മീൻചാറുണ്ടെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ദോശ ആൻഡ് നെയ് റോസ്റ്റ് നല്ലതായിരുന്നു. സാമ്പാറും റീസണബിളി ഗുഡായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നത് ഈ ഐസ് ക്യാൻഡിയാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. കുറേ നാളായി, വേനൽക്കാലത്തിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് പിന്നെ ഉണ്ടാക്കുന്നത്. ഇടയ്ക്കൊരു മഴയൊക്കെ ഒന്ന് നിന്ന് കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ കോഫിയാണ്, അടിപൊളിയാണ്.